ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിന ക്വിസ് ആണ്. കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ്? ഉത്തരം അമൃത ദേവി ബിഷ്ണോയുടെ പേരിൽ. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? ഉത്തരം UNEP. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് ആദ്യം അവതരിപ്പിച്ച സംസ്ഥാനം. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. കേരളത്തിൽ 2024 ക്ഷേത്രങ്ങളിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിരോധിച്ച പുഷ്പം ഏതാണ്? ഉത്തരം അരളിപ്പൂവ്. ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് എന്നാണ്? ഉത്തരം 1972 ജൂൺ 5. GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം ഏതാണ്? ഉത്തരം നിലമ്പൂർ തേക്കാണ് GI ടാഗ് പദവി ലഭിക്കുന്ന ആദ്യ വനോൽപ്പന്നം. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ്. മലയാളിയായ സുനിത നാരായണൻ പത്രാധിപരായ പരിസ്ഥിതി മാസികയുടെ പേരെന്താണ്? ഉത്തരം ഡൗൺ ടു എർത്ത്. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഉത്തരം കുരുമുളകാണ് യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. DDTയും മറ്റ് കീടനാശിനികളും ജീവലോകത്തുണ്ടാക്കുന്ന വിപത്തുകളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത പ്രശസ്ത പുസ്തകം ഏതാണ്? ഉത്തരം നിശബ്ദ വസന്തം. നിശബ്ദ വസന്തം എന്ന ലോകപ്രസിദ്ധ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം റേച്ചൽ കഴ്സന്റെ ഗ്രന്ഥമാണ് നിശബ്ദ വസന്തം. ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി ഏതാണ്? ഉത്തരം ആമയാണ് ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള ജീവി. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതാണ്? ഉത്തരം ഭാരതപ്പുഴയാണ് നിള എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം MS സ്വാമിനാഥൻ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്? ഉത്തരം ഓൺലി വൺ എർത്ത് എന്ന മുദ്രാവാക്യം. മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്? ഉത്തരം അറബിയിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ടായത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ്? ഉത്തരം കാക്കയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി. സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നത് ഏതിലാണ്? ഉത്തരം ജാതിക്കയിലാണ് സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയിരിക്കുന്നത്. WWF എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഉത്തരം വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.